ചിത്രാംഗതന്റെ മരണത്തെ തുടർന്ന് വിചിത്രവീര്യൻ രാജാവായി. വിചിത്രവീര്യന്റെ അമ്മയായ സത്യവതി ഒരു മുക്കുവ സ്ത്രീ ആയതിനാൽ കാശി രാജാവ് തന്റെ പെൺമക്കളുടെ സ്വയംവരത്തിന് ക്ഷണിച്ചില്ല. ഇതിൽ കുപിതനായ ഭീഷ്മർ കാശി രാജാവിന്റെ പെൺമക്കളായ അംബ, അംബിക, അംബാലിക ഇവരെ ബലമായി തട്ടിക്കൊണ്ടുവന്ന് വിചിത്രവീരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ സാല്വ രാജാവുമായി പ്രണയത്തിലായിരുന്ന അംബ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല. കാര്യമറിഞ്ഞപ്പോൾ ഭീഷ്മർ അംബയെ പോകാൻ അനുവദിച്ചു. അങ്ങനെ അംബികയും അംബാലികയും വിചിത്രവീര്യന്റെ ഭാര്യമാരായി തീർന്നു. എന്നാൽ അവർക്ക് മക്കൾ ജനിക്കുന്നതിന് മുൻപേ വിചിത്രവീര്യൻ ക്ഷയരോഗം പിടിപെട്ട് മരണമടഞ്ഞു. വിധവകളായി തീർന്ന അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം നടത്താനായി സത്യവതി തന്റെ ആദ്യപുത്രനായ വേദവ്യാസ മഹർഷിയെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡുവും ദാസിയിൽ വിതുരരും ജനിക്കുന്നു.